ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു വ്യത്യസ്ത വീഡിയോ ആണ്. തമ്പനയിൽ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ ഇന്ന് റൂം ടൂറിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ റിക്വസ്റ്റഡ് വീഡിയോ കൂടിയാണ്. അതുപോലെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടാവും. പിന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ കൊച്ചു റൂമിലെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ വാളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഒരു വാളെന്ന് പറയുമ്പോൾ എൻ്റെ ചാനൽ ഡെയിലി വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും. പലതവണ പല വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ ഫോട്ടോ എടുക്കാൻ ബാക്ക്ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാൾ ഇതാണ്. പലതവണ ഞാനത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഇതാണ് റൂമിലെ ബെഡ്. സിംഗിൾ ബെഡാണ് കേട്ടോ. അതുപോലെ കട്ടിലിൻ്റെ താഴെയായിട്ടാണ് ഞാൻ ചപ്പൽസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇത് ക്ലോക്കാണ്, ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. വർക്ക് ചെയ്യുന്ന ക്ലോക്ക് തന്നെയാണ് കേട്ടോ. അതുപോലെ ഇതിൻ്റെ അടുത്താണ് മിറർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മിററിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം. പിന്നെ ക്ലോക്കിനെ പറ്റി പറയുകയാണെങ്കിൽ, ക്ലോക്ക് തെർമാക്കോൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തതാണ്. കട്ട് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്ത് ഒട്ടിച്ചതാണ്. അതുപോലെ ഇതിന് ഞാനിങ്ങനെ പിന്നൊക്കെ കുത്തി വെക്കാറുണ്ട്. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ മെഷീൻ എന്ന് പറയുമ്പോൾ സാധാരണ ക്ലോക്ക് വർക്ക് ചെയ്യുന്ന ക്ലോക്കിൻ്റെ മെഷീന് പെയിൻറ്റ് ചെയ്ത് ഗ്ലൂ ഗം വെച്ച് ഒട്ടിച്ചതാണ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് എടുത്തിട്ട് ബാറ്ററി ഒക്കെ ചേഞ്ച് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ ഒരു ഭാഗം പറയുമ്പോൾ, ഈ ഒരു വാൾ ഡെക്കോർ ഞാൻ അതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു, പല തവണകളൊക്കെ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതിൽ മിനിയേച്ചർ ബോട്ടിൽ, അതുപോലെ അങ്ങനെ കൊച്ചു കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ അങ്ങനെ ഫ്ലവർ ബോട്ടിൽ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാനിത് ആണി മേടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ ഗ്ലൂ ഗമ്മ് വെച്ച് ഒട്ടിച്ചതും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഭാരമുള്ളത് വെച്ചാലും പെട്ടെന്ന് വീഴില്ല കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് എൻ്റെ സ്വിച്ച് ബോർഡ് ആർട്ട് ഉണ്ട്. എൻ്റെ ചാനലിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ വീഡിയോക്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിത് പ്രത്യേകം ഇഷ്ടമാണ്. പിന്നെ ഇവിടെ ബൾബിൻ്റെ മുകളിലായിട്ട് എൻ്റെ 3 പെയിൻറ്റിങ്സ് ഉണ്ട്. ഇത് ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ പെയിൻറ്റിങ്സ് ആണ്. ഇത് ക്യാൻവാസ് ഒന്നുമല്ല കേട്ടോ, തെർമാക്കോളിൽ ചാർട്ട് ഒട്ടിച്ചിട്ട് പെയിൻറ്റ് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ ആദ്യമൊക്കെ ചെയ്തിരുന്നൊരു വീഡിയോ ആയിരുന്നു ഇതിൻ്റെയൊക്കെ പെയിൻറ്റിങ്സ്. പിന്നെ അവിടെ ഒരു ബൾബുണ്ട്, ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ പൊട്ടിപ്പോയി. അപ്പോൾ പിന്നെ ഒരു കിളിക്കൂട് രൂപത്തിലാക്കിയിട്ട് ഡെക്കറേറ്റ് ചെയ്തതാണ്. പിന്നെ ഷോക്കേസിലാണ് എൻ്റെ ബോട്ടിൽ ആർട്ടുകളൊക്കെ ഉള്ളത്. അതുപോലെ ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട്. പിന്നെ ഇവിടെ മിനിയേച്ചർ ബോട്ടിലുണ്ട്. അതുപോലെ ക്ലോക്കിൻ്റെ ഒരു ചില്ലിൽ ഞാൻ പേരെഴുതി വെച്ചതാണ്. ആദ്യം ചാനലിൻ്റെ പേര് ഇങ്ങനെ ആയിരുന്നു, പിന്നെ ഡിസൈൻ കൂട്ടിയതാണ്. അതുപോലെ അല്ലൂസ് വേൾഡിൽ ഇട്ടിരുന്ന ഒരു മഗ്ഗിൻ്റെ ഒരു ക്രാഫ്റ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ താഴത്തെ ലെയറിൽ എൻ്റെ ക്യാൻവാസ് ബോർഡിലെ പെയിൻറ്റിങ്സ് ആണ് കേട്ടോ. അത് ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സീനറിയാണ് ഈ സീനറി പിക്ചർ. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ. അതുപോലെ താഴെ ഞാനിങ്ങനെ വാട്ടർ ബോട്ടിലൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഷോക്കേസിലെ സെറ്റപ്പ്. ഇനി ഞാൻ സ്റ്റഡി ടേബിൾ പരിചയപ്പെടുത്താം. ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ. ഇവിടെയാണ് ചാർജിങ് സെറ്റപ്പൊക്കെ ചെയ്യുന്നത്. അതുപോലെ ഇതാണ് എൻ്റെ ട്രൈപോഡ്. ഞാൻ വീഡിയോ എടുക്കാനൊക്കെ യൂസ് ചെയ്യുന്നത് ഇത് വെച്ചാണ്. പിന്നെ ഇവിടെ ഒരു ഫിലിപ്സിൻ്റെ സൗണ്ട് ബോക്സ് ഉണ്ട്. അപ്പോൾ ഇതെൻ്റെ ബ്രദർ തന്നതാണ്. അതുപോലെ ഇവിടെ ഒരു ഹോം തിയേറ്റർ ഉണ്ട്. ഇവിടെ ഇതിൻ്റെ വോളിയം കുറക്കുന്നതും കൂട്ടുന്നതൊക്കെ ഇവിടെയാണ് കേട്ടോ. എനിക്ക് മ്യൂസിക് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മ്യൂസിക് എന്ന് വെച്ചാൽ ജീവനാണ്. പിന്നെ ഇവിടെ ഫോൺ വെക്കുന്നൊരു സെറ്റപ്പ് ഉണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, നമ്മൾ ഈ കാറിലൊക്കെ പോകുമ്പോൾ വെക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഒരു ഗാന്ധമാണ് കേട്ടോ സംഭവം. പിന്നെ ഇവിടെ എൻ്റെ പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. ആഷ് പെൻസിൽ, അതുപോലെ വൈറ്റ് പെൻസിൽ, വൈറ്റ് ജെൽ പെന്നുകൾ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ ഇവിടെ ഒരു വേസ്റ്റ് ബോട്ടിലുണ്ട്. ഇത് ഞാൻ വേസ്റ്റ് ഒക്കെ ഇടാൻ യൂസ് ചെയ്യുന്നതാണ്. ഇത് എൻ്റെ ബ്രദറിന് കാറിൻ്റെ കൂടെ കിട്ടിയതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഇവിടെയാണ് പെൻസിൽ ഐറ്റംസ് ഒക്കെ വെക്കുന്നത്. അതുപോലെ ഇത് പെയിൻറ്റ് ചെയ്യുമ്പോൾ ബ്രഷ് കഴുകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ ഇവിടെയാണ് എൻ്റെ സ്വന്തം മണി പ്ലാന്റ് ഉള്ളത്.
മണി പ്ലാന്റ് എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഞാൻ എന്നും ഡെയിലി ഇങ്ങനെ ജനൽ തുറന്നിടും. അതുകൊണ്ട് ഇങ്ങനെ വെളിച്ചവും വെയിലൊക്കെ വരുന്നതുകൊണ്ട് മണി പ്ലാന്റ് നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ കുറച്ച് സ്ക്രാച്ച് ആയ ഒരു ജഗ്ഗായിരുന്നു. അപ്പോൾ ഇതിൽ ഞാനിങ്ങനെ വെച്ചതാണ്. അതുപോലെ ഇത് നമ്മൾ സിമെൻ്റൊക്കെ ഉപയോഗിച്ച് കർച്ചീഫ് വെച്ച് ഉണ്ടാക്കുമല്ലോ ഒരു ഐറ്റം, അതാണ്. അപ്പോൾ അതിനകത്ത് ഒരു സിംഗിളായിട്ടുള്ളൊരു ഗ്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വെള്ളമാക്കിയിട്ട് അതിൽ വെച്ചതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇതാണ് എൻ്റെ ബുക്സ്. ഇത് വിൻറ്റേജ് നോട്ട് ബുക്ക്. കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചല്ലോ. അപ്പോൾ ഇത് യൂസിങ് ആയിട്ടില്ല. പിന്നെ ഇത് എൻ്റെ ഡയറിയാണ്. ഈ ഡയറിയിൽ ഞാനിങ്ങനെ വീഡിയോസ് ചെയ്യുന്നതൊക്കെ കുറിച്ചിടാറുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ഡ്രോയിങ് ബുക്ക്. ഇത് ഞാൻ കാണിക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ക്യാൻവാസ് ഷീറ്റ് ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതാണ് ക്യാൻവാസ് പാഡ്. പിന്നെ ഇത് ഒരുവിധം പെയിൻറ്റിങ് ചെയ്യുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആവും. ഇതിനെപ്പറ്റി അറിയാത്തവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഇതിന് നല്ല റേറ്റ് വരുന്നുണ്ട്. വെറും 10 ഷീറ്റേ ഉണ്ടാവുന്നുള്ളൂ. നല്ല അത്യാവശ്യം വലുപ്പമുള്ള സൈസ് തന്നെയാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയാണ്. ക്യാൻവാസ് ഷീറ്റുകളാണ്. നല്ല കട്ടിയുള്ള ഓരോ ഷീറ്റുകളായിരുന്നു കേട്ടോ. ഞാനിത് സെപ്പറേറ്റ് വാങ്ങിച്ചതാണ്. പിന്നെ ഇതെൻ്റെ ഡ്രോയിങ് ബുക്ക്, ക്യാമലിൻ്റെ ഡ്രോയിങ് ബുക്കാണ്. ഞാൻ ഇതിലായിരുന്നു പെയിൻറ്റിങ്സ് ചിലതൊക്കെ ചെയ്യാറ്. പിന്നെ അതുപോലെ പെൻസിൽ ഡ്രോയിങ്സ് ഒക്കെ ഇതിൽ ചെയ്യാറുണ്ട്. ഇങ്ങനെ കുറച്ച് ഫേസ് പോർട്രേറ്റ് ഒക്കെ വരക്കാറുണ്ട്. ഇങ്ങനെ കമ്മീഷനായിട്ടൊക്കെ ചെയ്യും. ഇൻസ്റ്റാഗ്രാം വഴി വരുന്ന കമ്മീഷൻ വർക്കൊക്കെ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജിൻ്റെ ഐഡി ഞാൻ കൊടുക്കാം. എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഏരിയയിൽ ട്രൈപോഡ് വെച്ചിട്ടാണ് ഞാനും അല്ലൂസ് വേൾഡ് കൂടി വീഡിയോ എടുക്കാറുള്ളത്. പിന്നെ ടേബിളിനകത്ത് കുറച്ച് മേക്കപ്പ് ഐറ്റംസ്, ഡെയിലി യൂസിങ് ജ്വല്ലറീസ്, അതുപോലെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഗണ്ണും ഉണ്ട്. പിന്നെ ഹെഡ്സെറ്റ്, മെഡിസിൻ ഇങ്ങനെയൊക്കെ വെക്കും. അതുപോലെ താഴത്തെ ലെയറിൽ കാര്യമായിട്ട് പെയിൻറ്റിങ് ഐറ്റംസും ഡിസൈനിങ്ങിൻ്റെ ഐറ്റംസൊക്കെയാണ് വെക്കാറുള്ളത്. പെയിൻറ്റ് ബ്രഷ്, അതുപോലെ എംബ്രോയ്ഡറി നൂലുകൾ, സ്റ്റോണ്, ബീഡ്സ് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. കാര്യമായിട്ട് ബുക്സ് ഒന്നും വെക്കാറില്ല, കാരണം ഇപ്പോൾ ഞാൻ സ്റ്റഡി ചെയ്യുന്നില്ല. എനിക്കിപ്പോൾ കാര്യമായിട്ട് വേണ്ടത് ഡ്രോയിങ് ബുക്കും ഇതൊക്കെയാണ്. പിന്നെ വായനാശീലം ഇല്ലാത്തതുകൊണ്ട് ബുക്കില്ല കേട്ടോ. പിന്നെ താഴെ ഒരു ബാസ്ക്കറ്റ് ഉണ്ട്. ഇതിലാണ് അലക്കുന്ന ഡ്രസ്സൊക്കെ ഇടാറുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടേബിളിൻ്റെ സെറ്റപ്പ്. പിന്നെ കർട്ടൻ്റെ നടുക്കായിട്ട് ഐസ്ക്രീം സ്റ്റിക്ക് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താണ്, ചുമ്മാ തൂക്കിയതാണ്. പിന്നെ മുകളിലായിട്ട് കഴിഞ്ഞ ദിവസം ഞാനിട്ട CD ക്രാഫ്റ്റിൻ്റെ ആ ഒരു വർക്ക് ഇതാ ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ തൂക്കിയെടുക്കുന്നത് കാണാൻ നല്ല രസമാണ്. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു ഏരിയയിലാണ് ഞാൻ കാർഡ്ബോർഡ് ഉപയോഗിച്ചുണ്ടാക്കിയെടുത്താണ് ഈ റോക്ക് സ്റ്റാർ. പിന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഗിറ്റാർ ഞാൻ ജസ്റ്റ് പെയിൻ്റ് അടിച്ചതിന് നടക്കുന്ന വെച്ചതേ ഉള്ളൂ. അതുപോലെ ആ ഒരു സൈഡിലായിട്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. അവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ അത് ബാൽക്കണിക്കുള്ള ഡോറാണ്. ഈ ഡോറിൻ്റെ പുറകിലായിട്ടൊരു ഫ്രെയിം ഉണ്ട്, ഫോട്ടോ ഫ്രെയിമാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സും ഞാനും കൂടെ ഉള്ളൊരു ഫ്രെയിമാണ് കേട്ടോ. ഈ ഫ്രെയിം ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്താണ്. ക്യാൻവാസ് ബോർഡിൽ ശില്പകർ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്താണ്, അതായത് നമ്മുടെ ക്ലേ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തൊരു ഫ്രെയിമാണ്. പിന്നെ ഇത് ബാൽക്കണിക്ക് പോണ ഡോറാണ്. അതുപോലെ ഇത് റൂമിലേക്ക് കയറി വരുന്ന ഡോർ. ഇതിൻ്റെ ബാക്കിലായിട്ട് ഡ്രസ്സ് ഹാങ് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ റൂമിലേക്ക് ശരിക്കും 2 ഡോറുകളുണ്ട്. ഒന്നും ബാൽക്കണിയിൽ നിന്ന് ഡയറക്റ്റ് റൂമിലേക്ക് വരാനുള്ള ഡോറും ഉണ്ട്. പിന്നെ
ഹാളിൽ നിന്ന് റൂമിലേക്ക് വരുന്ന ഡോറും ഉണ്ട് കേട്ടോ. പിന്നെ ബാൽക്കണിയിൽ ഞങ്ങൾ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്, കുട്ടികൾക്കും ഞങ്ങൾക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ കുട്ടികൾക്ക് ഇത് ലെങ്ത്ത് കുറച്ച് വെക്കാറാണ്. അതുപോലെ ഈ ഒരു ഏരിയയിലാണ് ഞാനിപ്പോൾ എൻ്റെ പ്ലാന്റ്സുകളൊക്കെ വെക്കാറ്. ഇവിടെ ഒരു മണി പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഇത് കസിൻ്റെ വൈഫിൻ്റെ വീട്ടിൽ പോയപ്പോൾ കിട്ടിയതായിരുന്നു. കിട്ടിയിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒരു പൊട്ടിയൊരു ജഗ് ഉണ്ടായിരുന്നു, അതിൽ വാട്ടർ വെച്ചിട്ട് ഇട്ട് വെച്ചാണ് വേര് വരാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇവിടെ എൻ്റെ 10 മണിപ്പൂക്കളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ മണി പ്ലാന്റ് ഇവിടെ ഉണ്ട്. കുറച്ച് ചെടികളൊക്കെ ഞാനിവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലാണ് ഞാൻ ചെടി നനയ്ക്കാനായിട്ട് വെള്ളമൊക്കെ എടുക്കുന്നത്. ഇത് ചായയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പോട്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാനത് വെള്ളമൊക്കെ സ്റ്റോക്ക് ചെയ്യാൻ എടുക്കുന്നു. പിന്നെ ഇതാണ് എൻ്റെ ഹാങ്ങിങ് പ്ലാന്റ്സ്. ഇതുവരെ പച്ച പിടിച്ചിട്ടില്ലായിരുന്നു. മാഷാല്ലാ ഇപ്പോൾ അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. മഴക്കാലമൊക്കെ ആയപ്പോൾ വെള്ളവും വെളിച്ചമൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് അടിപൊളിയായി. പിന്നെ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റം. ഈ ഒരു സൈഡിൽ ഇങ്ങനെ വല കെട്ടിയിട്ട് ഇങ്ങനെ പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ സപ്പോട്ട, അതുപോലെ ജാതിക്ക, മാംഗോ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ വീടുള്ളത്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് പഴയൊരു അലമാറുണ്ട്. ഇതിലാണ് വീട്ടിലത്തെ ഡ്രസ്സൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നത്. അതുപോലെ ഇവിടെയാണ് ഞങ്ങളുടെ ടൈലറിങ് മെഷീൻ ഉള്ളത്. സ്റ്റിച്ചിങ് കട്ടിങ് വീഡിയോസൊക്കെ ഞങ്ങൾ ഇവിടെ നിന്നാണ് ഇടാറുള്ളത്. അതുപോലെ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. ഇത് ഞങ്ങൾ വെളിച്ചത്തിലേക്ക് ഇട്ടിട്ട് അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാറുണ്ട് കേട്ടോ. ഈ ടേബിളിൽ നിന്നൊക്കെ ഷൂട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിൽ തന്നെയാണ് എൻ്റെ പെയിൻറ്റിങ് ബോർഡ് ഉള്ളത്. ഇത് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ബോർഡാണ് കേട്ടോ. എൻ്റെ ഉപ്പ ഉണ്ടാക്കി തന്നതാണ്. പിന്നെ എൻ്റെ പെയിൻറ്റിങ്സൊക്കെ ഇവിടെയാണുള്ളത്. ഞാനിത് ക്യാൻവാസ് ഇങ്ങനെ ചുളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തെർമാക്കോളിൽ പിന്നെ ഇത് വെച്ചതാണ്. അപ്പോൾ പെയിൻറ്റിങ്സ് ആവശ്യമുള്ളവർക്ക് ഞാൻ അപ്പോൾ ഫ്രെയിം ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റ വഴി എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. പെയിൻറ്റിങ്സൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ. ഈ പെയിൻറ്റിങ്സിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിലാണ് ഞങ്ങൾ ഹാളിൽ നിന്ന് വരുന്ന മറ്റൊരു ഡോറുള്ളത്. ഈ ഒരു ഡോർ ഇപ്പോൾ ഓപ്പൺ ചെയ്യാറില്ല. അപ്പോൾ ഇത് വഴി റൂമിലേക്ക് വരാം കേട്ടോ. പിന്നെ ഇത് എൻ്റെ ഒരു ക്രിയേഷനാണ്, എൻ്റെ വീടിൻ്റെ പ്ലാനാണ് കേട്ടോ. ഇത് ഞാൻ കാർഡ്ബോർഡ് വെച്ച് ഉണ്ടാക്കിയെടുത്തതാണ്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടൊക്കെ ഉണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇവിടെ മുറ്റത്ത് കാറുണ്ട്, ചെടികളുണ്ട്, അതുപോലെ പുറത്ത് ഒരു തെങ്ങുണ്ട്. ഈ ഒരു തെങ്ങാണ് അവിടെ കാണുന്ന ആ ഒരു തെങ്ങ് കടലോ, ആ തെങ്ങിനെയാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു തെങ്ങ് എക്സ്ട്രാ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. കുറച്ച് റിസ്ക് എടുത്തിട്ടുണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഏകദേശമൊക്കെ കുറേ തെറ്റുകളൊക്കെ ഉണ്ട്, കുറച്ച് പ്ലാനിൽ മാറ്റങ്ങളും ഉണ്ട് കേട്ടോ. ബാക്ക് സൈഡൊന്നും ശരിക്കും കറക്റ്റ് അല്ല, ബാക്ക് സൈഡിലൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ബാത്റൂം, ടോയ്ലറ്റൊക്കെ ഇരുന്നുണ്ട് പുറത്ത്. ആ ഒരു സൈഡാണ് കേട്ടോ ഈ ഒരു കാണുന്നത്. അതുപോലെ ഇവിടെ ഇങ്ങനെ കണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ എൻ്റെ അക്വേറിയം, അതുപോലെ ടാങ്കി ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. 2018 ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹോം ടൂർ വീഡിയോ ചെയ്യണമെന്നുള്ളവരുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കേട്ടോ. ആവശ്യമുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം, ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ ഫീഡ്ബാക്കുകൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. റൂമിൽ നിങ്ങൾക്ക് കാര്യപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ. അതുപോലെ പിന്നെന്താ, പിന്നെ എന്ന് പറയുന്ന പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ
താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി പുതിയ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. സോ എല്ലാവരും ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.